സുജേഷാണ്, കണ്ണൂരിലാണ്. സാറിൻ്റെ ക്ലാസ് ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒരു ബുക്ക് എടുത്ത് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ ഓക്സിലറി വേർബ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലായി. നല്ല സിമ്പിളായിട്ട് തന്നെയാണ് സാറ് ക്ലാസ് എടുത്ത് തന്നത്. ഒരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പോൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇംഗ്ലീഷിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടി. എന്തായാലും സൂപ്പർ ക്ലാസ് ആയിരുന്നു. അതിൽ ഈ കുറച്ച് എന്താ പറയുക, നമ്മളെ കൺജങ്ഷൻസ് ഉണ്ടല്ലോ, ഓൾദോ യെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് സാർ. അതിൻ്റെ ഒരു ക്ലാസ്സും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം. അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് അയച്ചു തന്നാലും മതി. എന്തായാലും ക്ലാസ് നല്ല സൂപ്പറായിരുന്നു സാർ. താങ്ക് യു. നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് IBPS CLERK 2020 എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വൊക്കാബുലറി സെഷനാണ്. അതായത് സിനോണിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മളൊരു ഡിഫറെൻറ്റ് അപ്രോച്ചിലൂടെയാണ് പഠിക്കാൻ പോകുന്നത്. സാധാ ഒരു വാക്ക് പറഞ്ഞ് അതിൻ്റെ അർത്ഥം പറഞ്ഞു പോവുകയല്ല. നമ്മൾ ആ വാക്കിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയും അതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുകയും ഒപ്പം അതിൻ്റെ സിനോണിംസും പറഞ്ഞു പോവുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, നമുക്കെന്തായാലും ഫസ്റ്റ് വേർഡിലേക്ക് വരാം. നമ്മളിവിടെ ലക്ഷൂറിയൻറ്റ് എന്ന് പറയുന്ന വാക്കാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ലക്ഷൂറിയൻറ്റ്. ആ ലക്ഷൂറിയൻറ്റ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം? അഡ്ജക്റ്റീവായിട്ട് പരിഗണിക്കാം. അപ്പം നമുക്ക് പറയാം ദ വേർഡ് ലക്ഷൂറിയൻറ്റ് മീൻസ്. ഇനി അഡ്ജക്റ്റീവായിട്ടുള്ള ഈ ലക്ഷൂറിയൻറ്റ് എന്ന് പറയുന്ന വാക്ക് അർത്ഥമാക്കുന്നത് എന്താണ്? ഗ്രോയിങ് തിക്ലി ആൻഡ് സ്ട്രോങ്ലി. തിക്ലി ആൻഡ് സ്ട്രോങ്ലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തിങ്ങിക്കൂടി വളരെ സമൃദ്ധമായിട്ട് വളരുന്ന. അപ്പം വളരെ സമൃദ്ധമായി വളരുന്ന. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് പറയാം? റിച്ച് ഇൻ സംതിങ് ദാറ്റ് ഈസ് പ്ലസന്റ് ഓർ ബ്യൂട്ടിഫുൾ. സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ മനോഹാരിത കൊണ്ടോ സമ്പന്നമായ എന്തെങ്കിലും ഒന്ന്, അങ്ങനെ നമുക്ക് പറയാം. റിച്ച് ഇൻ സംതിങ് ദാറ്റ് ഈസ് പ്ലസന്റ് ഓർ ബ്യൂട്ടിഫുൾ. ഈ ഒറ്റ വാക്കിൽ നമുക്ക് എന്ത് പറയാം? അബണ്ടന്റ്. ഇതാണ് അബണ്ടന്റ്. ഇപ്പോൾ ലക്ഷൂറിയൻറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം? അബണ്ടന്റ്. ഇനി അത് വൺ വേർഡായിട്ടും ചോദിക്കാം. എങ്ങനെ? ഗ്രോയിങ് തിക്ലി ആൻഡ് സ്ട്രോങ്ലി എന്ന് വൺ വേർഡായിട്ട് ചോദിച്ചാൽ നമുക്ക് പറയാം ലക്ഷൂറിയൻറ്റ്. അല്ലെങ്കിൽ റിച്ച് ഇൻ സംതിങ് ദാറ്റ് ഈസ് പ്ലസന്റ് ഓർ ബ്യൂട്ടിഫുൾ എന്ന രീതിയിൽ വൺ വേർഡ് ചോദിച്ചാൽ നമുക്ക് പറയാം ലക്ഷൂറിയൻറ്റ്. ഇല്ലെങ്കിൽ ലക്ഷൂറിയൻ്റെ സിനോണിം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അബണ്ടന്റ്. ഇതാണ് അബണ്ടന്റ്. സമൃദ്ധമായ, ധാരാളം എന്നൊക്കെയാണ് ലക്ഷൂറിയൻറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ വേർഡ് ലക്ഷൂറിയൻറ്റ് അത് അഡ്ജക്റ്റീവാണ്. മീൻസ് ഗ്രോയിങ് തിക്ലി ആൻഡ് സ്ട്രോങ്ലി, അല്ലെങ്കിൽ റിച്ച് ഇൻ സംതിങ് ദാറ്റ് ഈസ് പ്ലസന്റ് ഓർ ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അബണ്ടന്റ് എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ വേർഡ് കന്റാങ്കുറസ് മീൻസ്. കന്റാങ്കുറസ് എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ അർത്ഥം എന്താണ് ചോദിച്ചിരിക്കുന്നത്? അതും എന്ത് തന്നെയാണ്? അഡ്ജക്റ്റീവാണ്. അതെന്തായിരിക്കും? ബാഡ് ടെമ്പേർഡ് ആൻഡ് ആൾവേസ് കംപ്ലൈനിങ്. ദ ബാഡ് ടെമ്പേർഡ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, എപ്പോഴും ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിരിക്കും, അങ്ങനെയുള്ള ബാഡ് ടെമ്പേർഡ്. ആൻഡ് ആൾവേസ് കംപ്ലൈനിങ്, എല്ലായ്പ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന. അതായത് എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ത് കണ്ടാലും തർക്കം, എന്ത് കണ്ടാലും പ്രശ്നം. അപ്പോൾ ആ ഒരു മനോഭാവമുള്ള അങ്ങനെ നമ്മൾ കന്റാങ്കറസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കെന്ത് പറയാം? ദ വേർഡ്സ് കന്റാങ്കറസ് ആൻഡ് ക്വാറൽസം ആർ സിനോണിമസ്. അപ്പോൾ പരീക്ഷയ്ക്ക് ബാഡ് ടെമ്പേർഡ് ആൻഡ് ആൾവേസ് കംപ്ലൈനിങ് എന്ന രീതിയിൽ വൺ വേർഡ് ചോദിച്ചാൽ നമുക്ക് പറയാം കന്റാങ്കറസ് എന്ന് പറയാം. ഇനി കന്റാങ്കറസിന്റെ സിനോണിം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ക്വാറൽസം എന്ന് പറയാം. ഓക്കെ, കന്റാങ്കറസ് എന്ന് പറയുന്ന വാക്കിന്റെ ഡീറ്റെയിലോ. ഇനി അടുത്ത് നോക്കാം. ദ വേർഡ് ഓനസ് മീൻസ്.
ഓനസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അത് നൗൺ ഫോമാണ്. എന്തായിരിക്കും? ദ റെസ്പോൺസിബിലിറ്റി ഫോർ സംതിങ്, ഉത്തരവാദിത്വം എന്നാണ് പറയുന്നത്. ദ വേർഡ് ഓനസ് മീൻസ് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ദ റെസ്പോൺസിബിലിറ്റി ഫോർ സംതിങ്. വൺ വേർഡ് ആയിട്ട് ചോദിക്കും. ദ റെസ്പോൺസിബിലിറ്റി ഫോർ സംതിങ് എന്ന് പറയുമ്പോൾ നമുക്കത് പറയാം ഓനസ് എന്ന് പറയാം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ വേർഡ് ഡിറിഷൻ മീൻസ്, ഡിറിഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? നൗണാണ്. എന്തായിരിക്കും? റെഡിക്കുൾ അല്ലെങ്കിൽ മോക്കറി എന്നൊക്കെയാണ് ഡെറിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പരിഹാസപരമായിട്ടുള്ള അല്ലെങ്കിൽ മോശപ്പെട്ട എന്നൊക്കെയാണ് ഡെറിഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സിനോണിംസ് ആണ് എന്തൊക്കെ? റെഡിക്കൂൾ അല്ലെങ്കിൽ മോക്കറി എന്ന് പറയും. ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതെങ്ങനെയായിരിക്കും ചോദ്യം വരിക? എ സ്ട്രോങ് ഫീലിംഗ് ദാറ്റ് സംബഡി ഓർ സംതിങ് ഇസ് റെഡിക്കുലസ് ആൻഡ് നോട്ട് വർത്ത് കൺസിഡറിങ് സീരിയസ്ലി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഡെറിഷൻ എന്ന് പറയാം. ഞാൻ എൻ്റെ സിനോണിംസ് എന്ന് വെച്ചാൽ നമുക്ക് പറയാം റെഡിക്കൂൾ അല്ലെങ്കിൽ മോക്കറി എന്ന് പറയാം. അടുത്ത് നോക്കാം ട്രൈറ്റ്. ദ വേർഡ് ട്രൈറ്റ്, ഡൾ ആൻഡ് ബോറിംഗ്. ഇപ്പം എന്താണ്? മുഷിവ് ഉളവാക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡൾ ആൻഡ് ബോറിംഗ്. ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ എക്സ്പ്രസ് സോ മെനി ടൈംസ് ബിഫോർ. കാരണം ഒരേ കാര്യം പലതവണ നമ്മൾ കാണുകയോ എക്സ്പ്രസ് ചെയ്യുകയോ ഉണ്ടാകുന്ന ഒരു ബോറിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെ നമുക്ക് ട്രൈറ്റ് എന്ന് പറയാം. പിന്നെ നമുക്ക് എന്തും പറയാം? നോട്ട് ഒറിജിനൽ എന്നും പറയാം, ഒറിജിനൽ അല്ലാത്തത്, അല്ലെങ്കിൽ ബനാൽ, വിരസമായത്, അല്ലെങ്കിൽ വെരി ഓർഡിനറി, വളരെ സാധാരണമായതും, ആൻഡ് കണ്ടെയ്നിങ് നത്തിങ് ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ഓർ ഇമ്പോർട്ടൻറ്റ്. ട്രൈറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിരസമായത്, അല്ലെങ്കിൽ മുഷിവുളവാക്കുന്നത്, വളരെ സാധാരണമായത്, ഒട്ടും താല്പര്യം ജനിപ്പിക്കാത്തത് എന്നൊക്കെയാണ് ട്രൈറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം ട്രൈറ്റ് ഡൾ എന്ന് സിനോണിം വരാം, അല്ലെങ്കിൽ ബോറിംഗ് എന്ന് വരാം, അല്ലെങ്കിൽ ബനാൽ എന്ന് വരാം, അല്ലെങ്കിൽ വെരി ഓർഡിനറി എന്ന് വരാം. ഓക്കെ, അപ്പോൾ വൺ വേർഡായിട്ട് എങ്ങനെയായിരിക്കും ചോദിക്കുക? വെരി ഓർഡിനറി ആൻഡ് കണ്ടെയ്നിങ് നത്തിങ് ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ഓർ ഇമ്പോർട്ടൻറ്റ് എന്നായിരിക്കും വരിക വൺ വേർഡ് ചോദിക്കുമ്പോൾ. അല്ലെങ്കിൽ എങ്ങനെയാ വരാം? ഡൾ ആൻഡ് ബോറിംഗ് ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ എക്സ്പ്രസ് സോ മെനി ടൈംസ് ബിഫോർ എന്ന് വരാം, അല്ലെങ്കിൽ നോട്ട് ഒറിജിനൽ എന്ന് വരാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രൈറ്റ്. അപ്പോൾ ഈ 5 വാക്കുകളും അതിൻ്റെ സിനോണിംസും അതിൻ്റെ വൺ വേർഡും ആണ് നമ്മൾ വിശദമായിട്ട് പഠിച്ചത് ഈ ക്ലാസ്സിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ വെക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.